പായസം 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 പായസം. നിങ്ങൾക്ക് ആരെങ്കിലും ഇതേപോലെ ടെൻഷൻ വരുമ്പോൾ നഖം കടിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഏകദേശം മാച്ചായിരിക്കും. എനിക്കുണ്ട്. എൻ്റെ നീ വരലൊരു നഖം പൊളിഞ്ഞു. ഗ്രേസിനുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ശരിക്കുള്ള പെരുന്നാൾ ദിവസം കേട്ടോ, ഞായറാഴ്ച. അപ്പോൾ ഗ്രേസിന് ഓൾറെഡി ഇന്ന് വേദോപദേശം ഉണ്ട്. അപ്പോൾ ഗ്രേസിൻ്റെ വേദോപദേശത്തിന് ഞങ്ങളുടെ പള്ളിയിൽ കൊണ്ടാക്കി ഞാൻ ദേ വന്നു. ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മിഡു ഇപ്പോൾ തന്നെ അങ്ങോട്ട് മിഡുവിൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം മമ്മീനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഗസ്റ്റുകളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. സ്റ്റീവും ഞാൻ അമ്മയും മാത്രമേ കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇനി ദേ ഇവിടെ നമ്മുടെ പുല്ലൊക്കെ ഇങ്ങനെ കരിഞ്ഞു തുടങ്ങി. കരിയല്ല, കളറ് മാറി തുടങ്ങി. കുറച്ച് ദിവസം നനയ്ക്കാണ്ടിരുന്നപ്പോഴേക്കും ഉണങ്ങിയൊന്നും പോവില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ഈ കളർ മാറി കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഇവിടെ നനച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ, അത്യാവശ്യം തണുപ്പും ഒരു നല്ലൊരു ഫീൽ. നല്ല രസമല്ലേ കാണാനായിട്ട്, സൂര്യൻ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കണേ. അപ്പൊ അങ്ങനെ ചേച്ചി ഇതേ വേദോപദേശം കഴിഞ്ഞ് വന്നേക്കണ്. ഇതെന്നിട്ട് പ്രൈസ് എല്ലാ ദിവസവും പള്ളി പോയുള്ള പ്രൈസ് ആണത്. ഓമ്മേ കൊച്ചിനെ കിട്ടിയതാണ്. എനിക്ക് എന്റെ പ്രൈസ് ആണോ? എന്തിനാ പ്രൈസ് കിട്ടിയെന്ന് പറയ്. എല്ലാ ദിവസവും 25 ഡേയ്സ് ഞങ്ങള് പള്ളിയിൽ പോയി. ക്രിസ്മസിന്. അതെ, കൊച്ചും പോയി. അപ്പൊ അതിന് പാപ്പിട്ട് വെക്കാനായിട്ട് പള്ളിയിൽ നിന്ന് എന്താണ്? ഓ മൈയോ, താങ്ക് യു പറ. ക്രിസ് പറഞ്ഞ താങ്ക് യു. ആരാ തന്ന ഗിഫ്റ്റ്? അപ്പൊ അച്ഛനോട് പറഞ്ഞില്ലേ സ്റ്റീവിന് സ്പെഷ്യൽ ഗിഫ്റ്റ് തരാൻ പറഞ്ഞിട്ടെന്ന്? നീ പറഞ്ഞില്ലല്ലോ. ആണോ വില്ലേജിനെ പറഞ്ഞത്? കുഴപ്പമില്ല, സന്തോഷായില്ലേ? അപ്പൊ അടച്ചു തരാം കേട്ടാ. അമ്മയ്ക്ക് വേണ്ടി കൊടുത്ത പോലെ പോയി. നല്ല പാത്രമാണല്ലേ, കൊള്ളാം. പരിപ്പും കടലൊക്കെ ഇട്ട് വയ്ക്കാനുള്ള പാത്രം എന്നാണ് സ്റ്റിക്കറിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ചിപ്സും ഇട്ട് വയ്ക്കാം. എന്നാ പിടിച്ചിട്ടിരുന്നു ഇനി. അപ്പോൾ അങ്ങനെ അതെ ഞങ്ങൾ പെരുന്നാളിന് പോകണ്ട, എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ പഴുക്കരയ്ക്ക്. പെരുന്നാളിനല്ല ശരിക്കും പോണേ അല്ലേ, ഭക്ഷണം കഴിക്കാനേ പോണേ. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങടെ പോണേ. പള്ളിയിൽ വൈകുന്നേരമാണ് ഞങ്ങളുടെ പള്ളിയിൽ കുർബാനയ്ക്ക് പോണേ കേട്ടോ, 5 മണിക്ക്. എന്തിയടാ അപ്പോൾ കാണിക്കണോ? ഇത് കാണില്ലടാ വെട്ടത്ത്. നഖം കടിച്ച് പൊരിച്ച് ഒരെണ്ണം പൊളിഞ്ഞിരിക്കുക. എങ്ങനെ ഭക്ഷണം കഴിക്കും? നീറും എന്നിട്ടാ. പക്ഷെ ടെൻഷൻ വരുമ്പോൾ കടിച്ചു പോകാൻ വിടും. അറിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഇതേപോലെ ടെൻഷൻ വരുമ്പോൾ നഖം കടിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഏകദേശം മാച്ചായിരിക്കും. എനിക്കുണ്ട്. എൻ്റെ നീ വിരലിൻ്റെ നഖം പൊളിഞ്ഞു. ഗ്രേസിനുണ്ട്. ഈ വിരലിൻ്റെ നഖവും ഇങ്ങനെയായി. എന്താ എങ്ങനെ പോണേ? വേണോ? ഇപ്പം ഞാൻ വിറ്റങ്ങളെന്നിട്ട് ചെയ്യാ. അന്ന് ഇതുമ്മ പോവാ. ഗ്രേസ് പോവാ. എനിക്ക് ഉണ്ടല്ലോ ആക്റ്റീവ് പോവാ. ബാ. പിന്നെ മോൾക്ക് എന്താ 2 വണ്ടി കൊണ്ടുപോകാനായിട്ട് എന്തിട്ടാ? അതുമ്മ പോവാ. അല്ല ഒരുമിച്ച് പോവാന്ന് അതുമ്മ. ഗ്രേസ് വായോ. അപ്പൊ ഗ്രേസ് ജയിച്ചു, ഞാൻ തോറ്റു. സ്റ്റീവ് അമ്മയുടെ കൂടെ പോണേന്ന് പറഞ്ഞ് സ്റ്റീവ് അമ്മയുടെ കൂടെ കയറിയിരിക്കുന്നുണ്ട്. ഫ്രണ്ടിലല്ല ബാക്കിലിരിക്കണേ. ഫസ്റ്റ് എത്താൻ നോക്കാണ് അമ്മ. ഫസ്റ്റ് എത്തോ? വിഷമായി. പിന്നെ ബെൽറ്റ് ഇടായിരുന്നു. ഇറങ്ങ. ഞാൻ ഇറക്കണോ? ചേട്ടാ ഇറക്കിക്കോളോ. എടി
ഞാനാണ് ഫസ്റ്റ് ആയേ. അല്ല ഗ്രേസ് ഇത് പുതിയ ഡ്രസ്സാ. സൂപ്പർ. ഗ്രേസ് തോറ്റു. ഗ്രേസും സ്റ്റീവും വലിക്കണോ വലിക്കണോ? അപ്പോൾ അതേ എല്ലാവരും ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരിക്കുന്നു. അച്ഛനമ്മായി. ഇത് ഡാഡിയുടെ പെങ്ങളാണ് കേട്ടോ. അമ്മായി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ലല്ലോ. ആരും വിളിക്കണില്ല, നമ്മുടെ വീഡിയോ കൂടെ നിങ്ങളോട് കാണിക്കണം എല്ലാവരും. ആൾക്കാർക്ക് മനസ്സിലാവേണ്ടത് ആരെന്ന്. പിള്ളേർ സെറ്റിന്റെ ഭക്ഷണം കഴിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പിള്ളേരുടെ മനസ്സുള്ളതുകൊണ്ട് പിള്ളേർ സെറ്റിൽ ഇരുത്തിയെന്നാണ്. നിനക്ക് തന്നില്ല ഭക്ഷണം. പതുക്കനെ കഴിക്കട്ടെ. ഇന്നത്തെ സ്പെഷ്യൽ എന്തിട്ടൊക്കെയാടി? ചിക്കൻ, ക്യാബേജ്, ചിക്കൻ, പോർക്ക്, ക്യാബേജ്, ക്യാബേജ് ഇവിടെ, ബീഫ്, മീൻകറി, സർലാസ്, വെള്ളം, ചോറ്, അച്ചാറ് എത്തിയിട്ടില്ല. ഞാൻ അടുക്കളയിൽ പോയിക്കൊണ്ട്. അമ്മ എന്തിട്ടമ്മ സ്പെഷ്യലുകള് പേര്? ചിക്കൻ പീസ്, അച്ചാറ്, പോർക്ക് അച്ചാറ്, മീൻ കാളാഞ്ചി മീൻ. അപ്പൊ ഇവിടെ ഇരിക്കുന്നു മീൻകറി. അച്ചാറും കൊണ്ടുവന്നുണ്ട്. പറയണം. പക്ഷെ നല്ലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചിരുന്നു. സൂപ്പർ. ഇവിടെയുള്ള ആൾക്കാരെ കാണിച്ചില്ല. റോസ്മേരിയുടെ ആനിയനും അപ്പനും അമ്മയും എല്ലാവരും ഉണ്ട് ഇവിടെ. വീഡിയോ എടുക്കണവനെ എല്ലാവരും മിണ്ടാണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ പറയണം. മീൻകറി അമ്മയുടെ അടുത്ത് അറിയട്ടെ. ഒന്നും മിണ്ടുന്നില്ല, എല്ലാം സൈലന്റ്. ക്യാബേജ് ഇച്ചിരി ഇടാ. എനിക്ക് ക്യാബേജ് ഇച്ചിരി വേണം. അപ്പോൾ എനിക്ക് ക്യാബേജ് ഇച്ചിരി വേണം. മീൻകറി അമ്മ വായോ. അച്ചാർ കേട്ടെ. സർലാസ് ഞാൻ എടുത്തിട്ട് വരാം. എനിക്ക് കിട്ടോ? എടുത്തിട്ട് വരാം. ഇട്ടോ മീൻകറിയും കൂടി ഉണ്ട്. മീൻകറി ഓക്കെ. മീൻകറി എന്താണ് വേണ്ട? മീൻകറി ഞാൻ ഇതും കൂടി കൊണ്ടുവച്ചിട്ട് ചിക്കൻ ചൂടാക്കാൻ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ അതേ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെയും പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുക. പിള്ളേർ സെറ്റ് ഒരാൾ അവിടെ വിളിക്കാൻ പോകുന്നു. തോക്കൊക്കെയാണ് എല്ലാരും നടക്കണേ. ഓ എല്ലാരും അങ്ങോട്ട് ഓടി. എല്ലാരും കണ്ടിരിക്കുന്നു. ആൽഫ്രഡേ പാല് മേടിക്കാൻ വേണ്ടേ. അപ്പൊ അവിടെ സേവനഗിരിന്ന് പായസം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പായസത്തിന് വേണ്ടിയുള്ള ക്യൂ ആണ് ഇവിടെ കേൾക്കുന്നത്. പാലട എന്ന് തോന്നുന്നു. എടി അത് വിട്ടാ നിലത്തേക്ക് വീടില്ലേ?
എന്തൊക്കെ കാണിക്കണേ? എന്നാ നിനക്ക് കൊണ്ടുവരാൻ തോന്നിയില്ലോടാ? നിനക്ക് കൊണ്ടുവരാൻ തോന്നിയില്ലോ? മുറുക്കി പിടിക്കടി, എല്ലാവരും അതിലോട് പ്രതീക്ഷ അർപ്പിച്ചിരിക്കണേ. പായസം 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 പായസം. അപ്പൊ ഇനി പായസം കൂടി കുടിച്ചിട്ട് അങ്ങോട്ട് പോവാം. നല്ലാണോ? അപ്പൊ അങ്ങനെ അതെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. എന്റെ വിങ്ക ഒരാള് വിങ്കോനെ കാണാൻ പോവാണ്. ഗ്രേസ് ഒരു ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ വേണം. അപ്പൊ എന്തായാലും വേറെ വീഡിയോ കൂടെ വരാട്ടെ, ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട്.